എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആണോ? അത് ഭയങ്കര മോശമായിപ്പോയല്ലോ. എന്തായാലും ഞാൻ ഒന്ന് കാണട്ടെ, എന്താ ചെയ്തു വെച്ചേക്കണം നോക്കാം. അല്ല, ഞാനിവിടെ ലക്കിയെ കാണാൻ വന്നതാ. അല്ല, ഇപ്പം എത്തും. പറഞ്ഞേക്കാം. ശരി, ഓക്കെ. അമ്മ ഇപ്പം വിളിച്ചു വെച്ചേ ഉള്ളൂ. എന്നെ ചോദിച്ചു. വേണ്ട വേണ്ട, അമ്മ ഇപ്പം ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ എൻ്റെ വിളിച്ചാൽ മതി. റെസ്റ്റ്. അതെ, ഞാനൊരു മനുഷ്യൻ ഇവിടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നതാണ്. എന്നോടൊന്നും പറയാനില്ലേ? പറയാനിപ്പോ എന്താ, ഞാനെന്നും ടെക്സ്റ്റ് ചെയ്യാറില്ലേ? എന്താ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ. അത് ശരിയാണോ? എന്ത് കാര്യം? വേറൊന്നുമല്ല, നമ്മുടെ ദിവ്യയുടെയും സാമിൻ്റെയും കാര്യം. അവരുടെ എന്ത് കാര്യം? അന്ന് താൻ പറഞ്ഞില്ലേ സാം ഇത്തിരി പൊസസീവ് ആണെന്ന്. എന്താ അവരുടെ ഇടയിൽ എന്തെങ്കിലും? അവരുടെ ഇടയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ആർക്കായാലും ഉണ്ടാവണ ചെറിയ ഒരു പൊസസീവ്നെസ് മാത്രം. അത് സാം ആയതുകൊണ്ട് കുറച്ച് ഓവറായി, അത്രേ ഉള്ളൂ. അല്ലാതെ സാമിന് ദിവ്യയോട് പ്രത്യേകിച്ചൊന്നും ഇല്ല. അവരിപ്പോ നല്ല ഫ്രണ്ട്സ് ആണല്ലോ. ഇത് നീ പറയുന്ന പോലെ സാധാരണ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല. ഇതൊതുക്കും മേലെ. ഇത് എന്തിട്ട് തേങ്ങയ്ക്ക് അറിഞ്ഞു ഈ പറയുന്നത്? എന്റെ ലക്കി, ഇത് പ്രേമാണ്. ഈശ്വര, ദിവ്യക്ക് സാമിനോട് എങ്ങനെയാണോ ആവും? മീനാക്ഷി അഭിനാഷിന് പണി കൊടുത്ത പോലെ ദിവ്യ സാമിനെ തേക്കോ? എന്റെ അറിഞ്ഞു, നീ എന്തിനാ ഇതൊക്കെ ആലോചിച്ച് തല പോയിക്കണ്? അവരെന്താന്ന് വെച്ചാൽ ആയിക്കോളൂ. അല്ല, എന്നാലും അവർ തമ്മിൽ എന്തായിരിക്കും? എന്റെ കൂടെ ഞാൻ ചെയ്യില്ലേ? തുടങ്ങി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഗുഡ് മോർണിംഗ്. ആ, പ്രമിത കറക്റ്റ് സമയത്താണല്ലോ. കണ്ടോടാ, പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം കിട്ടോ. നീ എന്തെങ്കിലും കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ? മലയാള സിനിമയിലെ ടോപ്പ് ഹീറോയിൻ ആണ്. ഒരു സമയം പറഞ്ഞ ആ സമയത്ത് വന്നിരിക്കും അല്ലേ? എന്റെ പൊന്നി ചേട്ടാ, ഒരു 15 മിനിറ്റ് അല്ലേ ലേറ്റ് ആയുള്ളൂ. അതിനാണ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്. ക്ഷമിക്ക് പ്ലീസ്. ഇതെന്റെ വേർഡ്സ് അല്ലേ, അൻവർക്ക് പറയാൻ പറഞ്ഞതാ. വൈകി വന്ന അൻവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇതാ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ. എന്നാ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഇയാളെന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ? അത് ശരിയാണല്ലോ. നീ എന്താ പ്രമിതയോട് സംസാരിക്കാത്ത? ഒന്നുമില്ല. എന്നാ നീ സംസാരിക്കും, ഞാനൊന്ന് കാണട്ടെ. ഹായ് പ്രമിത, സുഖാണോ? അത്ര സുഖമില്ലായിരുന്നു അവിനാശ്. പക്ഷെ ഇപ്പൊ അവിനാശിനെ കണ്ടപ്പോ നല്ല സുഖമുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? ബാ. അയ്യേ, എന്തോന്നാടേത്? ഇതിലും ഭേദം നീ സംസാരിക്കേണ്ടിരിക്കുന്നതായിരുന്നു. വാ ചേട്ടാ, നമുക്ക് തുടങ്ങാം. ആ വാ നോക്കാം. പ്രമിത, സ്ക്രിപ്റ്റ് കയ്യിലില്ലേ? ആ, സീൻ 7 ആണേ. ഓക്കേ, നോക്കാം. ആ. എന്നാൽ നിങ്ങളൊരു ഐഡിയ പറയും. അവര് പറയുന്ന കേട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. ടീച്ചറാ, ഏത് നേരത്താണാവോ ഈ മോളിലേക്ക് വരാൻ തോന്നിയത്? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം പ്ലീസ്. പ്രമിത, ഈശ്വര എന്ന് പറയുന്ന പോർഷനില്ലേ, അതൊന്ന് മാറ്റി പിടിക്കാമോ? നമുക്ക് അത്ര ക്ലാരിറ്റി വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. അവര് പറയുന്ന കേട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. ചാവണെങ്കി ചാവട്ടെ. ഓ, ചാവൂല്ലല്ലേ ഈ പുല്ല്. സൗണ്ട് വല്ലാതെ സ്ട്രെയിൻ ചെയ്യണ പോലെ തോന്നുന്നുണ്ട്. എനിക്കും തോന്നി. പ്രമിത, സൗണ്ട് വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്ത് പറയുന്ന പോലെ ഉണ്ട്. ഒരു ബ്രേക്ക് എടുക്കണോ? അതെ, രാവിലെ തൊട്ടൊരു ഡ്രൈനെസ് ഉണ്ടായിരുന്നു, ചിലപ്പം അതിന്റെ ആവും. ഓക്കെ, എന്നാ ഒരു ബ്രേക്ക് എടുത്തേക്ക്. ഓക്കെ. എന്നാലേ ഞാൻ ഇപ്പൊ വരാം. അവിടെ നിക്കടാ, ഞാനും പറഞ്ഞു. എന്റെ ആത്മാവിനും കുറച്ച് ഓക്സിജൻ വേണം. എന്നാ ഞാനും വരാം. നീ എവിടെ വരാനായിട്ട്? നീ വരാറാകുമ്പോ ഞാൻ പറയാം. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അതെ, ഇന്ന് മുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. താനിന്ന് എന്തായാലും എന്റെ കൂടെ ലഞ്ച് വയ്ക്കാൻ വരാം. ഒരു ഡബിങ് നടക്കുമ്പോ ഞാൻ എങ്ങനെ വരാന്ന്? അതും ശരിയാവില്ല. അതും ജയൻ പറഞ്ഞാൽ ആകെ പണിയാവും. ഉറപ്പാണ് വരില്ല എന്ന്? അതിന്റെ അല്ല, അത് ശരിയാവില്ല. അത് ഇന്നും നാളെ ആയിട്ട് ഞാനത് തീർക്കാൻ നോക്കാം. ഓക്കെ. ആ പ്രമിത, നമുക്ക് ഈ വോയിസിങ്ങിന് ഇരിക്കുമ്പോഴേ നമ്മുടെ ബാക്കിയുള്ള ഫ്ലാഷ് ബാക്ക് സീൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇന്നത്തെ സീനങ്ങ് തീർത്തിട്ട് ബാക്കി നമുക്ക് നാളത്തേക്ക് വെക്കാം. പിന്നെ ജീവനും വരുന്നുണ്ട് ഡബ് ചെയ്യാനായിട്ട്. ഓ, അപ്പൊ അതാണ് കാര്യം.
കുഴപ്പമില്ല ചേട്ടാ, ഞാൻ നാളെ വരാം. ആ മതി. പക്ഷെ ഞാൻ നാളെ വരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് പറയൂ. എന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വരണം. യാ ഷുവർ. അതിനിപ്പോ എന്താ. ജയൻ ചേട്ടനല്ല, അവിനാശ്. എന്തോന്നടേ ഇത്? അതല്ല ഏട്ടാ, അത് പിന്നെ നടക്കൂ. നടക്കാം, ഒന്ന് നടന്നിട്ട് വരാം. നമ്മുടെ കിസിംഗ് സീനിന്റെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണ്ട. എനിക്കും നടക്കട്ടാ, നടക്ക. എടാ രണ്ടും കൂടി ഇതിനകത്തിരുന്ന് ഇതായിരുന്നല്ലോ പണി. എടാ അതിനകത്ത് CCTV ക്യാമറ ഒക്കെ ഉണ്ട്. ഞാൻ ഒന്ന് പോയി നോക്കാം. ഞാൻ പറഞ്ഞാണ് ഞാൻ വരില്ലെന്ന്. എടാ അവളുടെ ഒരു ആഗ്രഹമല്ലേ, ഊണൊഴിക്കാനല്ലേ വിളിച്ചത്. വേറെ വല്ലവരാണെങ്കിൽ അതിനെ വിടുവോ? അതൊന്നും ശരിയാവില്ല ഏട്ടാ. അതെന്താണ്? എനിക്ക് പറഞ്ഞ സമയത്ത് ഡബിങ് തീർക്കണം. ചേട്ടാ കൂടുതൽ ഷോ ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. ബാക്കിയുള്ളവര് ഇത്തിരി കഞ്ഞിവെള്ളം എടുത്ത് തരാൻ ഇവിടെ ആളില്ല. അപ്പോഴവിടെ സദ്യ വളം വെച്ചിട്ട് വിളിക്കുമ്പോ ഞാൻ അറിയുന്നതിന് ഒരു വടിയും കൊടുക്കില്ല. എടാ നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ആടാ നീ വന്നിട്ട് വല്ല ഓർഡർ ചെയ്യാന്ന് ശരിക്കായിരുന്നു. വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ. അത് വിട്, ഇവിടെ എന്താ വരാൻ പറഞ്ഞേ? ഓക്കെ പറയാം. നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടിയില്ലേ? അത് കിട്ടി. ഓക്കെ. അപ്പോൾ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിൻ ഓഫീസ് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുന്നവരെ നമുക്ക് ഈ കഫേലിരുന്ന് വർക്ക് ചെയ്യാം. അയ്യേ അതൊക്കെ ഭയങ്കര ബോർ. ഏയ് ഒരു ബോറുമില്ല, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിളിൻ്റെ അപ്പുറത്ത് നിന്ന് ചെയ്യാവുന്ന വർക്കേ തൽക്കാലം നമുക്ക്. അപ്പൊ എന്തെങ്കിലും വർക്ക് വന്നിട്ടുണ്ടോ? ആക്ച്വലി ഒരു ക്ലയന്റ് ഇപ്പൊ നമ്മളെ കാണാൻ വരും. എന്താ വർക്ക്? എന്തോ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണ്ടെന്നാ പറയണത്. എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നന്നായിട്ട് പാക്ക് ചെയ്യണം. ഹലോ, അതെനിക്ക് നിർബന്ധം. സാറ് വന്നോ? ഞങ്ങളിവിടെ അകത്തുണ്ട് സാറേ. വരുന്നുണ്ട്. ക്ലയന്റ് വരുന്നുണ്ട്. ഓ പ്രോഡക്റ്റ് കൈ കാണുന്നില്ലല്ലോ. ഹലോ സാർ, ഇത് ദീപക്, ഇത് ലക്ഷ്മി. അയ്യോ ലക്ഷ്മി. ഹലോ സാർ. ലക്ഷ്മിയുടെ വീട് എവിടെയാണ്? സാർ ഇവിടെ അടുത്താ സാർ. ആണോ? ഞങ്ങള് ഒരു 3-4 ഫ്രണ്ട്സ് ഒന്നിച്ചാണ് താമസം. ഓ ഓക്കെ, എന്നാ പിന്നെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അതാണ്. അല്ല സാർ, ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ല. ബ്രാൻഡിങ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് കുറച്ചൊരു പഴക്കമുള്ളതാണ്. ഒരു 10-30 വർഷം പഴക്കം വരും. സാറേ 30 വർഷം പ്രോഡക്റ്റ്. അത് സാറിന്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ റീലോഞ്ച് ചെയ്യാനായിരിക്കും. അല്ല സാർ, എന്താണ് പ്രൊഡക്റ്റ്? അല്ല വേറൊന്നുമല്ല. മൈന ഈ ഷർട്ടാണോ സാർ? അല്ലടോ, പിന്നെ ഞാൻ തന്നെയാണ്. നന്നായി പാക്ക് ചെയ്തിട്ട് അല്ല ഫസ്റ്റ് വർക്ക് ഹാപ്പി അല്ലേ? ചേച്ചി എന്തോ ബൂസ്റ്റ് വേണോ മോനെ? ഞാൻ വേറൊരു കാര്യം ചോദിക്കേണ്ടി വന്നു. എന്ത്? ചേച്ചി പാടുന്ന ഈ പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ആരെഴുതിയതാ? അയ്യോ ഇതൊന്നും ആരും എഴുതിയതല്ല. പാടത്തും പറമ്പത്തും എല്ലാം ആൾക്കാർ പണിയെടുത്തോണ്ടിരുന്നപ്പോ പാടിയ പാട്ടുകളാ. ആരും എഴുതി വെച്ചിട്ടില്ല. മോൻ ഇതിനു മുമ്പ് ഇതൊന്നും കേട്ടിട്ടില്ലേ? എന്റെ വീടിന് ചുറ്റും വലിയ മതിലായിരുന്നു. അത് നീ ചാടിപ്പോയിരിക്കാൻ കിട്ടിയായിരിക്കും. ആ ഇതാരാ? എപ്പോ വന്നു മോനെ? ഇന്നലെ തേച്ചി. ആ ഞാൻ ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ. ചേച്ചി എനിക്ക് ബൂസ്റ്റ് വേണോ? രണ്ടുപേരും സംസാരിച്ചിട്ടിരിക്കും, ഞാൻ ഇപ്പൊ വരാം. പിന്നെ എന്തെങ്കിലും വിശേഷം? എന്ത് വിശേഷം? അങ്ങനെ പോകുന്നു. നീ ലക്കയെ കാണാൻ വന്നാണോ? അവിടെ പോയി. ലക്കൊക്കെ ഞാൻ കണ്ടതാ. ഞാനിപ്പോ നിന്നെ കാണാൻ വന്നതല്ലേ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? എന്ത് കാര്യങ്ങൾ? സ്റ്റോറിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആക്ച്വലി അന്ന് എന്താ സംഭവിച്ചത്? ഒന്നുമില്ല. ഒന്നും ഇല്ലേ? ഇല്ലെന്ന്. എന്തു മോനെ? ഒന്നുമില്ല ചേച്ചി. അല്ലേ ചേച്ചി, ഞാനേ അവനൊന്ന് സ്റ്റോറിൽ പോയി ആരോ തല്ലിയ കേസില്ലേ, അത് ചോദിക്കാം. തല്ലിയൊന്നുമില്ല ചേച്ചി, പുറമെ തന്നെ വട്ടം പിടിച്ചിട്ടുള്ളൂ. ആ അതവൻ ആള് മാറിപ്പോയതാ, അത് ഞാൻ അറിഞ്ഞായിരുന്നു. ഇപ്പൊ ബേബി ചേച്ചിക്കൊന്നും അറിയില്ല. നീ ഇപ്പൊ ഇത് പറയാൻ വന്നാണോ? ഞാനും ദിവ്യ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. മതിയോ? മനസ്സിലുള്ള സ്നേഹം ഒരുപാട് വേദനയോട് ഒരു കോണിലേക്ക് മറവ് ചെയ്തല്ലേ. അതൊക്കെ പട്ടെ. ശരിക്കും മീനാക്ഷിയും അവിനാഷും തമ്മിൽ ഇപ്പോൾ വേർപിരിയാൻ എന്തായിരുന്നു കാരണം? ഇനി നമുക്കറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ? നമ്മൾ ആരും അറിഞ്ഞില്ലേ, പിന്നെ ഞാൻ അങ്ങനെ അറിയാനാ ബ്രോ? ശരിയാണല്ലോ. മോനെ ചായ.
ചാവണെങ്കി ചാവട്ടെ. ഓ ചാവൂല്ലല്ലോ പുല്ല്. ജയൻ ചേട്ടാ, ആ അതെ എൻ്റെ ഒരു ഫ്രണ്ട് താഴെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഓക്കെ ഓക്കെ. ആ എടാ, എന്നാലും എത്ര നാളെ നിന്നെ കണ്ടിട്ട്. ഇപ്പൊ ഒരു 2 വർഷമായി കാണും എന്തായാലും. നീ ഇവിടെ ഏതോക്കിന്റെ ഡബിന് വന്നേ? അൻവർ സാറിന്റെ പടം. ഓക്കെ, ആ മറ്റേ സോംബി അതെ. സബ്ജക്ട്. ഓക്കെ, നിന്റെ കഴിഞ്ഞ 2 സിനിമ കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് വിളിക്കണം എന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ വിളിച്ചൂടായിരുന്നോ? വിളിക്കണമായിരുന്നു, പക്ഷേ എന്തോ പോലെ മനസ്സിലൊരു ചെറിയ വിങ്ങല്. ആക്ച്വലി ഐ വോണ്ട് ടു സേ സംതിങ്. നീ പറ. അത് എടാ, നിങ്ങൾ വലിയ അവളുടെ ഫ്രണ്ട് ചെന്ന് പരിചയപ്പെടും. ഒന്ന് പൊയ്ക്കാലോ, പരിചയപ്പെടാൻ പണിയില്ല. നിക്ക് നോക്കാം. അത് പിന്നെ അവിനാഷ് സാറല്ലേ അത്? അതെ, നിനക്ക് അവിനാശിനെ അറിയോ? അവിനാഷ് സാർ, എന്റെ നേരെയാണല്ലോ. കെവിന് നീ എന്താ ഇവിടെ? സാർ ഞാൻ പ്രമിതിനെ ഒന്ന് കാണാൻ വന്ന. സാറെന്താ ഇവിടെ? ഞാൻ ഈ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. സാർ എന്തിനാ കണ്ടവരുടെ പടമൊക്കെ അസിസ്റ്റ് ചെയ്യാൻ പോണേ? സാറ് സ്വന്തമായിട്ട് സിനിമ എടുത്തൂടെ? കണ്ടവരുടെ പടോ? ഏതാണ് ഇവൻ? ഇവന് എന്റെ ഒരു പരിചയത്തിൽ. ഞാൻ കെവിൻ. താൻ ആരാ? കെവിനെ ഈ സിനിമയിലെ ചീഫ് അസോസിയേറ്റ് ആണ്, ജരാജ് കോട്ടപ്പുറം. അയ്യോ കുന്നുംപുറം. സാർ ഞാൻ വെറുതെ തമാശക്ക്. എനിക്കത്ര തമാശയായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാ ശരി, കെവിൻ ചെല്ല്. ഞാൻ വിളിക്കാം. ആ ശരി. സാർ ഞാൻ പിന്നെ ഒരു തമാശക്ക്. ഏതാണ് ഈ മലവാണ്? പിന്നെ പറയാം. ബാ നടക്കും. ബലം പിടിക്കല്ലേ, ബാ പോയ. പണി പാളിയ. എന്താടാ? ഒന്നുമില്ല. എടാ, നീയും അവിനാശും ഫ്രണ്ട്സ് ആണോ? അതെ. എന്തേ? ഒരു കാര്യമുണ്ട്, പക്ഷെ നീ വേറെ ആരോടും ഡിസ്കസ് ചെയ്യരുത്. ഇല്ല, എന്താ കാര്യം? അത് ചെമ്മീൻ എക്സ്പോർട്ട്. നല്ല ബിസിനസ് ആണല്ലോ. അല്ല, ബിസിനസ് വളരെ നല്ലതാണ്, പക്ഷെ ആകെ ഒരു നാറ്റം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സാർ നമുക്ക്? അല്ല, അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ നാട്ടുകാരൊക്കെ കൂടി ചെമ്മീൻ മാത്രം എന്ന് പറഞ്ഞ ആകെ ഒരു സ്റ്റാറ്റസ് ഓറല്ലേ? അപ്പോ എനിക്ക് ഈ പേരിലുള്ള നാറ്റം ഒന്ന് മാറ്റണം. ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ആളുകളുണ്ടെന്ന്. അല്ല സാർ, അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ സെൽഫ് ബ്രാൻഡിങ് കൊണ്ട് നാട്ടിൽ എത്ര പേരാ രക്ഷപ്പെട്ടിരിക്കുന്നത്? ചിലരൊക്കെ മന്ത്രിമാര് വരെ ആയിരിക്കുന്നു. അല്ല, എനിക്കും ഈ പൊളിറ്റിക്സിൽ ചെറിയ ഇൻട്രസ്റ്റ് ഇല്ലാതില്ല. പക്ഷേ അപ്പൊ ഈ ഫ്ലെക്സ് ഒക്കെ അടിക്കേണ്ടി വരില്ലേ? അതിലിങ്ങനെ ചെമ്മീൻ മാത്തൻ. അയ്യോ, കംപ്ലീറ്റ് പോയി അല്ലേ? അതാണ്. അത് പിന്നെ പറയാനുണ്ടോ? ഞങ്ങൾക്ക് എന്തായാലും സാറിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വർക്ക് തുടങ്ങാം. അതുവരെ ഞങ്ങൾ പറയുന്ന ചില ബേസിക് കാര്യങ്ങൾ സെർച്ച് ചെയ്യണം. സാർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലേ? അയ്യോ, അതൊക്കെ ചെയ്യണം. അതായത് സാർ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വന്നിട്ട് നാട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കണം. ചെറിയ കാര്യങ്ങൾ മതി. റോഡിലെ കുഴി, മഴ, വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ പെട്രോൾ വില വർധന, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ വഴക്ക് പറഞ്ഞോ. അങ്ങനെ സാറ് വാദോരാതെ സംസാരിച്ചോണ്ടിരിക്കണം. പിന്നെ വഴി പോണ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കണ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നല്ല ഹോട്ടലിലൊക്കെ കയറിയിട്ടേ ഫുഡ് കഴിച്ചിട്ട് അതിനൊക്കെ കുറ്റം പറയാം. പിന്നെ ആഴ്ചയിൽ ഉറങ്ങിക്കിടക്കണ ആചാരാനുഷ്ഠാനങ്ങളും മറ്റും കുത്തിപ്പൊക്കണം. അയ്യോ, അതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ? ആവണം. സാറിന് ശ്രദ്ധ കിട്ടും. സാറിന് പത്രക്കാരും ഈ മീഡിയ ഒക്കെ വന്ന് വളയും. പിന്നെ സാർ അവരോട് പോയി തകർക്കല്ലേ? അല്ല, വേറൊന്നുമല്ല, എനിക്കിതിനെ പറ്റിയൊന്നും വലിയ വിവരം. അത് ഞങ്ങൾക്ക് മനസ്സിലായി. സ്ക്രിപ്റ്റ് തരും. അതെയോ? അതിന്റെ ഇടയില് ഞങ്ങൾ സാറിനെ പ്രകീർത്തിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ട് പ്രചരിപ്പിച്ചോളും. പിന്നെ നാട്ടുകാരുടെ കയ്യിലെത്തിയില്ലേ, ബാക്കി അവര് നോക്കിക്കോളും. ശരിക്കും നാട്ടുകാർ സാർ ശരിയാക്കും. ഞങ്ങൾ ഏറ്റു സാറിന്റെ കാര്യം. ഓക്കെ. മാഡത്തിന്റെ എല്ലാ പടവും ഞാൻ കാണാറുണ്ട്. അതിന് ഞാനാകെ 2 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതിലൊരെണ്ണം ഫെസ്റ്റിവലിന് പോയതാ. അപ്പൊ എങ്ങനെ എല്ലാ പടവും കാണുന്നേ? അത് ഞാൻ കണ്ട് ടൊറന്റ് വഴിയാണ്. ഓർഡർ എന്താന്ന് വെച്ചാ പറയാം. മെനു ഒന്ന് നോയിക്കോട്ടെ. എന്നാ വിളിച്ചാ മതി. ശരി. ജെല്ലി
ടാ, സത്യവേ. എടാ നാളെ എന്റെ ഷോപ്പിൽ ഒരു സ്റ്റാഫിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു കേക്ക് വേണം. കേക്കൊക്കെ തരാ അങ്ങോട്ട് നോക്കിയേ. എടാ അത് നമ്മുടെ അവിനാഷല്ലേ? കൂടാരാ കൂടെ ഫിലിം സ്റ്റാർ പ്രമിതയല്ലേ? സെൽഫി ഒക്കെ ഉണ്ട്. പൊളിയാണ്. അവരെന്താടാ ഇവിടെ ഇരിക്കുന്നത്? ചെന്ന് ചോദിക്കട്ടാ. മോശല്ലേ? അതെ അത് മോശമാണ്. കെവിൻ അല്ലേ അവിനാഷിന്റെ ആഡിലൊക്കെ അഭിനയിക്കുന്ന? അത് നമ്മൾ തമ്മിൽ ഞാൻ അറിഞ്ഞോളൂ, ലക്കിയുടെ ബോയ് ഫ്രണ്ട്. ഓ ഹായ് ഹായ്, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. എന്താ ഇവിടെ? അല്ല, ഞാൻ ഇവിടെ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വന്നത്. ഇവിടെ എന്താ ഷൂട്ട് വല്ലതും ഉണ്ടോ? ഇല്ല, ഞാൻ പ്രമിതനെ മീറ്റ് ചെയ്യാൻ വന്നതാ. അവിനാഷും പ്രമിതയും തമ്മിൽ എന്താ ബന്ധം? കൂട്ടുകാരാണെന്ന് മാത്രം പറയുന്നത്. അല്ല, അവർ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? എന്നിട്ട് അവിനാഷ് എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അവിനാഷ് സാർ എല്ലാം പറഞ്ഞല്ലേ, ഇനിയിപ്പം ഞാനെന്ത് പറയാനാ? എന്താ കാര്യം? ആകെ ടെൻഷനായില്ല. അത് ഞാൻ പ്രമിതനെ മീറ്റ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ പോയിരുന്നു. അവിനാഷ് സാർ ഷൂട്ടിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഞാനും പ്രമിതയും കൂടി സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, അവിനാഷ് സാർ എങ്ങാനും ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന്. അതിന് ഞാൻ സാധ്യത കാണുന്നുണ്ട് കെവിൻ. നമ്മുടെ അവിനാഷ് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പോരാത്ത നിങ്ങളെ രണ്ടുപേരെയും സംശയകരമായ അവസ്ഥയിൽ കാണുകയും ചെയ്യും. എന്തായാലും അതിൻ്റെ ഒരു സംശയം തന്നോടുണ്ടാവും. ആണല്ലേ? ഇനി തനിക്ക് പ്രമിതയോട് അങ്ങനെ വല്ലതും? അയ്യോ, എനിക്ക് പ്രമിത എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. ശരി, എന്തായാലും സാഹചര്യം കിട്ടുമ്പോൾ താനൊന്ന് അവിനാഷിനോട് പറഞ്ഞേക്ക്, പ്രമിത തൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. ഓക്കെ ഓക്കെ അല്ലേ? പറയണം. എന്നാ ഞാൻ പോയിക്കോട്ടെ. താങ്ക് യു അർണോൾഡ്. എന്തിന്? ശരി, കാണാം. അതെ, കേക്ക് ഓർഡർ മറന്ന എന്ത് അത് പറഞ്ഞപ്പോഴാ പെട്ടെന്ന് ഫേമസ് ആവാൻ വേറൊരു വഴിയും കൂടി ഉണ്ട്. നമുക്ക് സാറിന്റെ പോസ്റ്റർ ഒക്കെ വെച്ചിട്ടേ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചാലോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അയ്യോ അത് വേണ്ട, എനിക്ക് കുറച്ച് പ്രഷറും ഷുഗറൊക്കെ ഉണ്ടായി. അപ്പൊ വല്ലതും പറ്റിയ പിന്നെ ഫേമസ് ആവുന്ന റോഡ് കിടന്ന് ചത്തിട്ടാകും. അതൊന്നും വേണ്ട, വേറെ വഴിയുണ്ട്. സാറിന്റെ നാട് എവിടെയാണ്? എന്റെ നാടോ? ആലുവ. സാർ അധികമൊന്നും വേണ്ട, ഒരു 3 വീട് പണിയണം. അതായത് ഈ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. നല്ല ഐഡിയ. ഈ കണ്ണി കണ്ടവനൊക്കെ വീട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടാ? ശ്രദ്ധ കിട്ടും സാർ. ശ്രദ്ധ കിട്ടുന്ന വേറെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു. ബെസ്റ്റ്. ഈ വഴി കൂടെ പോകുന്നവന്മാർക്കൊക്കെ വീട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തിനാ? അത് ശരിയാവില്ല സാർ. പെട്ടെന്ന് അറ്റൻഷൻ കിട്ടില്ലേ? ഇല്ലെങ്കിൽ ആളുകൾ പറയും സാർ പേരിന് വേണ്ടി മാത്രം ചെയ്യുന്നതാന്ന്. ഇതാവുമ്പോ പ്രളയം എന്നൊരു വലിയ കാരണമുണ്ട്. അത് പോയിന്റാണ്. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് നമുക്കത് ആലോചിക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ഒന്നും വേണ്ട സാർ, കുഴപ്പമില്ല. ഞങ്ങൾക്കൊന്നും വേണ്ട സാർ. അത് പറഞ്ഞ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്നവരല്ലേ. അപ്പൊ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എന്റെ കടമയാണ്, പ്രത്യേകിച്ചും ലക്ഷ്മിയുടെ. നീ ശ്രദ്ധിച്ചോ, ഇത് കോഴിയല്ല കൊളക്കോഴിയാണ്. എന്താ കഴിക്കണം? എന്താ പറഞ്ഞേ? അല്ല കോഴി അല്ല കോഴി ഐറ്റംസ് ഇഷ്ടമല്ലാന്ന് പറയാം. കോഴിയുണ്ട. ശരി സാർ. വെജിൽ എന്ത് വേണമെങ്കിലും എടുത്തു, നല്ലത് ഏതെങ്കിലും എടുത്തു. ഓക്കെ ശരി സാർ. വെജ് വേണ്ട, കോഴി വേണ്ട. കോഴി വേണ്ട. ഇഷ്ടല്ല. അതെല്ലേ? എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി? ഒന്നുമില്ല, ഞാൻ പോവാ. നിങ്ങൾ സംസാരിച്ചു. അവിടെ ഇരിക്ക്. നീ എവിടെ പോന്നു? അല്ലടാ, നീ ഇപ്പോൾ ചോദിച്ചില്ല എന്നോട് എന്തെടുക്കുമായിരുന്നു. അപ്പൊ നീ ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറയേണ്ടി വരും. എന്ത് സത്യം? ഇല്ലടാ, അത് പറഞ്ഞാൽ ശരിയാവൂല. നീ പറ. ഇല്ലടാ, ഒന്നുമില്ല. എന്താണ് ലക്കി? അതൊന്നും ഇല്ല അറിഞ്ഞു. അത് ഇല്ല, അത് പറഞ്ഞാൽ വേറെ പ്രശ്നമാവും. ലക്കി, നീ ഒന്ന് കാര്യം പറഞ്ഞ. അത് വേറെ ഒന്നുമില്ല, ഞങ്ങൾ പബ്ജി കളിക്കായിരുന്നു. ഇതിനായിരുന്നു ബിൽഡപ്പ്. ഞാൻ പറഞ്ഞില്ലേ, നീ വെറുതെ നുണ പറയാന്നൊക്കെ പറഞ്ഞത്. വലിയ ഉപകാരം. ഒന്ന് പോയി തരും, ഞാൻ കുറച്ച് സംസാരിക്കാൻ. എനിക്കൊരു സിനിമ കാണാനുണ്ട്. ഏതാ പടം? തലേണ മന്ത്രം. നല്ല പടം. അതെ, ഞാൻ നിന്നോട് വലിയൊരു കാര്യം പറയാൻ വന്നതാ. നീ ഞെട്ടരുത്. എന്താ? നമ്മുടെ അവിനാശും പ്രമിതയും തമ്മിൽ പ്രണയം തുടങ്ങി. ഇന്ന് കെഫേയിൽ വെച്ച് നമ്മളെ കെവിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞതാ. അതിനൊന്നുമില്ല, ഒരു കാര്യം അറിഞ്ഞപ്പോൾ നിന്നോട് ഒന്ന് പറയണമെന്ന് തോന്നി. എന്താ അറിഞ്ഞു?
നിനക്ക് എന്തിന്റെ കേടാ? ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുന്നതാ ഓരോരുത്തരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് നടക്കണം. രാവിലെ എന്നോട് വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പൊട്ടൻ സാമിനോട് പോയി എന്തൊക്കെയോ ചോദിച്ചു. അത് പിന്നെ മണ്ടനായതുകൊണ്ട് അതിനൊന്നും മനസ്സിലായില്ല. പക്ഷെ ബേബി ചേച്ചി ഒക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നു. അതെ, ഈ വീട്ടില് അസൂയ, കുശുമ്പ്, പരദൂഷണം, അമ്മായിമ്മപ്പോര്, കണ്ണീര് ഇത്യാദി സാധനങ്ങളൊന്നും എടുക്കൂല. ഞങ്ങളിവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സ്പേസ് കൊടുത്തും നല്ലോണം മനസ്സിലാക്കിയിട്ടൊക്കെയാ ജീവിക്കണതേ. അതുകൊണ്ട് എൻ്റെ അറിഞ്ഞു, ഇനി ഇമാരി കാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നാല് നിന്റെ തലമണ്ടിടിച്ച് പൊട്ടിച്ച് കൂടത്രക്കാർക്ക് കൂടത്രം ചെയ്യാൻ കൊടുക്കും ഞാൻ. സോറി സോറി. എന്താന്നും മിണ്ടാത്ത? ഇവനെ നാട്ടിൽ പോയി 10-12 ദിവസം അമ്മയോടൊപ്പം നിന്നിട്ടേ മെഗാ സീരിയൽ ഒന്നും വിടാതെ കണ്ടതിന്റെ ഹാങ് ഓവറാണ്. കള്ള നീ ഒളിഞ്ഞെന്ന് കേൾക്കായിരുന്നു അല്ലേ? ഹേയ്, നീ ആ പൊട്ടാൻ സാമെന്ന് വിളിച്ചപ്പോൾ എന്താണെന്ന് ശ്രദ്ധിച്ചാണ്. ഞാൻ അവിടെ വരെ ഇരുന്ന് സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു. ശരി, ഐ എം സോറി. സാരില്ല. പിന്നെ ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആദ്യം എന്നോട് ഒന്ന് പറയണേ. എന്നിട്ട് അവിൻ പ്രതിമയും ബാക്കി പ്രതിമ അല്ല, പ്രമിത. പ്രതിമ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വന്നേ? അപ്രമിത. പ്രമിതയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടി പറഞ്ഞല്ലോ. താനിതുവരെ പോയില്ലേ? ഇല്ല സാർ, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഞാൻ പോയിക്കോട്ടെ. അല്ല സാർ, ഞാൻ സാറിനോട് കാര്യം പറയാൻ വന്നാ. എന്താണ് സാറേ, നമ്മൾ പ്രമിത ഉണ്ടല്ലോ, പ്രമിത എനിക്ക് ശരിക്കും എന്റെ പെങ്ങളെ പോലെ, ശരിക്കും എന്റെ പെങ്ങളാണ് അവള്. നല്ല കാര്യം സാർ, സത്യമായിട്ടും അതെ സാർ. ആയിക്കോട്ടെ, ശരി സാർ. എന്റെ അമ്മയാണ് സത്യം, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സാർ, സാർ ഒന്നുകൊണ്ടും പേടിക്കട, ഞാനുണ്ട് സാറിന് ഫുൾ സപ്പോർട്ട്. സാർ പെണ്ണെന്നെ കൊണ്ടേ പോവുള്ളൂ. സമീപിച്ചിട്ടില്ല.